സാർ, എങ്കിൽ നാളെ നിങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന SP ഓഫീസിന് അനുമതിയില്ല. ഞാൻ പറഞ്ഞു, സാറേ, ഞങ്ങൾ മലപ്പുറത്തെ കളക്ടറേറ്റ് പടിക്കൽ നാളെ മാർച്ചുണ്ട്. 10:20 മാർച്ച്. നാളെ സൂര്യൻ ഉദിച്ചാൽ മുസ്ലിം അത് പറഞ്ഞ പോലീസിലെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ ധരിച്ചേക്കുക, ഇത് ഗുജറാത്തല്ല. അവിടെ മുസ്ലിം ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തിയാൽ അവൻ പക്ഷേ ഇത് മലപ്പുറമാണ്, ഇത് കേരളമാണ്. ഭീഷണിപ്പെടുത്തിയാൽ 1000 മാർഗത്തോടെ ഞങ്ങൾ വരും. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ അൻവർ മുള്ളമാറയോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഒരു പോരാട്ടത്തിന്റെ മുന്നണിയിലാണ് നിങ്ങൾ. അച്ചടക്കം പുലർത്തണം, ആത്മസംയമനം പാലിക്കണം. ഈ സമരം പാളിപ്പോകാൻ പോലീസ് ആഗ്രഹിക്കുന്നതാണ്. അതിലേക്ക് ആ അജണ്ടക്ക് നിങ്ങൾ കൂട്ടുകൊടുക്കരുത്. ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകനും അച്ചടക്കം ലംഘിക്കരുത്. അവസാന നിമിഷം വരെ നമ്മുടെ ഈ പ്രമേയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണം. ഈ പരിവയില് ഒരു ധർമ്മസമരത്തിന്റെ പരിവയില, ആ പരിവയിലോട് നിങ്ങൾ നിൽക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയുകയാണ്. അവസാനം വരെ ഈ മാർച്ചിന്റെ നിയമനിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാകണം. പോലീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണത്? പോലീസിൽ മാന്യന്മാരുണ്ട്. 90% ഉദ്യോഗസ്ഥന്മാരും പോലീസിൽ മാന്യന്മാരാണ് എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു. പക്ഷെ 10% RSSന്റെ ശാഖയിൽ നിന്ന് തിട്ടൂരം പറ്റുന്നവനാണ്. അവനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കാൻ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ അൻവർ മുള്ളമാറയോട് സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ അവസാനം വരെ അച്ചടക്കത്തോടെ ഈ വാക്കുകൾ കേൾക്കണം എന്ന് പറഞ്ഞ് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമരത്തിന് കൃത്യം 10:20 പാലിച്ച് നാഷണൽ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ പ്രഖ്യാപിച്ച സമയം 10:20. ഞങ്ങൾ ബാനർ പിടിക്കുന്നത് 10:19 10:20 മണിയെടുക്കുമ്പോ മുസ്ലിം യൂത്ത് ലീഗ് പ്രകടനം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു സൈനിക വിന്യാസത്തോടുകൂടി ഈ സമരത്തിലുണ്ടാകും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ട അൻവറിനോട് അധ്യക്ഷത വഹിക്കാൻ അഭിവാദ്യം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എല്ലാ